ഹായ് ഓൾ, വെൽക്കം ടു ഈസി റെസിപ്പീസ് ബൈ സുജ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കരിമീൻ മപ്പാസ് ആണ്. കരിമീൻ മപ്പാസ് പലരും പല പോലെ ഉണ്ടാക്കുക. കാഷ്യൂനട്ട് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ ഇത് വെറും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി കാണാം. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് 2 ടൊമാറ്റോ, കറിവേപ്പില വേണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വേണം, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് നമുക്ക് ആദ്യം അരിയാം. അതേമാതിരി 1 മുറി തേങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം. വെള്ളം 2 എടുത്തിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. പച്ചമുളക് നീളത്തിൽ കയറണം, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതയ്ക്കണം. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് മുറിച്ചിട്ട് വരാം. അപ്പം മീൻ നമ്മൾ നന്നായിട്ട് കഴുകി അത് കണ്ടോ ഇതുമാതിരി ഒന്ന് വരഞ്ഞ് അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കറി എപ്പോഴും നമ്മൾ വറുത്തിട്ടാണ് ഉണ്ടാക്കുക. മപ്പാസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകണല്ലോ. അപ്പോൾ മപ്പാസ് ഉണ്ടാക്കുന്നത് വറുത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ 1/4 ടീസ്പൂണിൽ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതേമാതിരി 1 സ്പൂണോളം മുളക് പൊടി. നമ്മൾ മുളക് പൊടി ഒത്തിരി ഇട്ടില്ലെങ്കിൽ 1/4 സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട് മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പ്. ഇത് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി അത് പിടിപ്പിക്കാം. ഇതിൽ മീൻ വറുക്കാൻ മാത്രമായിട്ടുള്ള ഒരു വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒത്തിരി വേണ്ട, ഒരു 3-4 സ്പൂണ് വേണ്ടി വരും ഇത് വറുക്കണമെങ്കിൽ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. മപ്പാസിൻ്റെ വെളിച്ചെണ്ണ നല്ലത്. സാധാരണ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല. കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പിലയുടെ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഫ്ലേവറും കിട്ടും. അത് മാത്രമല്ല ഒട്ടിപ്പിടിക്കില്ല. ഞാനിത് ചെറിയതായതുകൊണ്ട് നമുക്ക് ഈ 4 പീസും ഒന്നിച്ച് വറുത്തെടുക്കാം. ഒരുപാട് മൊരിയണ്ട, പക്ഷേങ്കിലും നന്നായിട്ടൊന്ന് കുക്കാവണം എന്ന്. എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഉള്ളി നേർപ്പിച്ചരിഞ്ഞതുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, പച്ചമുളക് നെടുകെ കീറിയതുണ്ട്, തക്കാളി ഞാൻ 2 തക്കാളി എടുത്തില്ലേ, അത് നമ്മൾ നന്നായിട്ട് വട്ടത്തിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തു. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ ഫ്ലേവർ ആക്ച്വലി. അപ്പോൾ നമ്മളിതൊരു 2 വലിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിനൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ പെരിഞ്ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് തേങ്ങാപ്പാലാണ്. ഒരു കഷ്ടി 2 കപ്പുണ്ട്. ഇത് 1 കപ്പ് തേങ്ങാപ്പാൽ 1-ാം പാലും 2 കപ്പ് 2-ാം പാലും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനെ തിരിച്ചിടാം. ഞാൻ പറഞ്ഞ മാതിരി ഇത് ഒരുപാട് മൂപ്പിക്കരുത്. അപ്പോൾ ഈ മീൻ നന്നായിട്ട് ആയിക്കഴിഞ്ഞ് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ മീൻ വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കരിമീൻ എന്നുള്ളത് ക്വീൻ ഓഫ് കേരളാസ് ബാക്ക് വാട്ടേഴ്സ് എന്നാണ് പറയാം. തേങ്ങാപ്പാലിൽ പ്രിപ്പയർ ചെയ്യുന്നത് കാരണം ഈ കരിമീൻ മപ്പാസിന് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചുവല്ലോ, ഒരു 2-3 ടീസ്പൂൺ എണ്ണ വറുക്കാൻ വേണ്ടി ഒഴിച്ച എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള ഫുൾ പ്രിപ്പറേഷൻ. നമുക്കിനി വേറെ സെപ്പറേറ്റ് ആയിട്ട് എണ്ണ ഇതിൽ ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിതിനെ എണ്ണയിൽ നിന്ന് പതുക്കെ മൂപ്പിച്ച് കോരി മാറ്റുന്നു. 1.5 to 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ടേസ്റ്റ്. ഈ എണ്ണയിൽ തന്നെ നമുക്ക് മല്ലിപ്പൊടിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിക്കാം. മല്ലിപ്പൊടിയുടെയാണ് ടേസ്റ്റ് ഇതിൽ വരിക കൂടുതലും. മല്ലി ഒന്ന് മൂപ്പിച്ചു. അപ്പോഴാണ് നമ്മൾ കറിക്കൊരു തടുപ്പ് കിട്ടാനും നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാനും ഇതാണ് സഹായിക്കുക. ഈ മല്ലിപ്പൊടിയാണ് സഹായിക്കുക. ഈ മല്ലിപ്പൊടി ഇട്ടു. ഇനി ഇതിലോട്ട് നമ്മൾ 2-ാമതും 3-ാമതും ഒക്കെ കൂടി എടുത്ത പാലാണ് കേട്ടോ. ഓൾമോസ്റ്റ് 2 കപ്പുണ്ട്. നമുക്ക് ഗ്രേവി വേണ്ടേ. അപ്പോൾ അത് കാരണം നമുക്ക് ഒഴിക്കാം. 2 കപ്പ് തേങ്ങാപ്പാൽ. അപ്പോൾ പാല് കണ്ടോ തിളച്ച് വരുന്നത്? 2-ാം പാലല്ലേ, തിളച്ച് വന്നു. ഇനി നമുക്ക് അതിലേക്ക് മീൻ പീസസ് ഇട്ട് കൊടുക്കാം. ആദ്യം ഈ മീൻ 2 ഭാഗവും നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് അതിനൊന്ന് തേങ്ങാപ്പാലിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം നമുക്കതിനകത്തോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഞാനൊരു ഇത്രയും ഞാൻ ഇടുന്നില്ല കേട്ടോ. ഒരു ശകലം കുരുമുളകിൻ്റെ രുചി ഉണ്ടാവും എപ്പോഴും മപ്പാസിൽ. അത് കാരണം ഞാനൊരു 1/2 ടീസ്പൂൺ എന്ന് വെച്ചോളൂ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അതിനകത്ത് ഇടുന്നുണ്ട്. നല്ലൊരു തിള വരട്ടെ. തിള വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. അപ്പം നന്നായിട്ട് തിളച്ചില്ലേ, ഇനി ഇതിലേക്ക് നമുക്ക് സവോള നമ്മൾ വാട്ടി വെച്ചില്ലേ അതൊന്ന് ആഡ് ചെയ്യാം. ഇച്ചിരി കുറച്ച് പണിയുള്ള ഒരു റെസിപ്പിയാണ്, പക്ഷെ വളരെ ടേസ്റ്റിയാണ്. അപ്പത്തിൻ്റെ കൂടെയും അതല്ലെങ്കിൽ എന്താ പറയുക ചോറിൻ്റെ കൂടെ, നല്ല കുത്തിരി ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല സൂപ്പറായിരിക്കും. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിൽ പറയും വേണ്ട. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റും. അതേമാതിരി തന്നെ വല്ല ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഐറ്റമായിട്ട് ഇത് ഉണ്ടാക്കാം. നമുക്ക് അടുത്തത് ഇടേണ്ടത് തക്കാളിയാണ്. തക്കാളി നമ്മൾ സ്ലൈസായിട്ട് മുറിച്ച് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇടാം. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കുടംപുളിയോ വാളംപുളിയോ ഒരു തരം പുളിയും നമ്മൾ ഉപയോഗിക്കുന്നില്ല.
നമ്മൾ മെയിനായിട്ടും തക്കാളിയുടെ പുളി തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ചെറിയ പുളിപ്പിന് വേണ്ടി ലാസ്റ്റ് നമുക്ക് ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് വിനീഗർ ഒഴിക്കും. വിനീഗർ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പുളി കിട്ടും. അതിന് തക്കാളിയൊക്കെ ഒന്ന് വേവണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണ വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി, നമ്മൾ ഗ്രേവിക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഉപ്പൊന്നും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റിന് ഒത്തിരി ഒന്നിച്ചിടുന്നതിനേക്കാളും കുറച്ചായിട്ട് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയില്ലേ, ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എളുപ്പമാണ്, കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ ഈ 1-ാം പാല് തിക്കായിട്ടുള്ള കട്ടിയായിട്ടുള്ള 1-ാം പാല് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇനി നമ്മൾ ഒരുപാട് തിളക്കാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നിങ്ങനെ ചുഴട്ടി എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ്. അപ്പം ഇത് കണ്ടില്ലേ എത്ര നന്നായിരിക്കണം അല്ലേ കാണാൻ. ഇപ്പം നമുക്കിതിനകത്ത് ഒരു 2 പിഞ്ച് സോംഫ്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇതാണ് ഒരു നല്ല മണം ആഡ് ചെയ്യണതിന് കേട്ടോ. അതേമാതിരി തന്നെ ഒരു 1/2 ടീസ്പൂണ് വിനീഗർ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ മപ്പാസ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് വയ്ക്കാം. കരിമീൻ മപ്പാസ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.